ഹലോ, നമ്മളങ്ങനെ പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്യണം. റിയൽ റോങ് കാസ്റ്റ്. ഇറ്റ്സ് എ ഫ്രീ ഫ്ലോയിങ് ഡിസ്കഷൻ. നമുക്ക് ആകാശത്തിന് ചുവട്ടിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വീണ്ടും 2025-26 സീസൺ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഓരോ ഫുട്ബോൾ ആരാധകരെ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രികൾക്കാണ് ഇനി തുടക്കം കുറിക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും മൂഡ് സ്വിങ്സിന്റെ ഒക്കെ ചരട് ഇനി പറയുന്ന ഓരോ കളിക്കാരുടെയും കാലുകളിലും അവരായിരിക്കും നമ്മളുടെ മൂഡ് സ്വിങ്സ് നിയന്ത്രിക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അസ് എ ലിവർപൂൾ ഫാൻ, കഴിഞ്ഞ സീസണിലെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു ലിവർപൂൾ. അതേ ടൈറ്റിൽ ഇത്തവണയും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന ലിവർപൂൾ ആരാധകർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ട് ഡിയാഗോ ജോട്ട. ജോട്ടയ്ക്ക് വേണ്ടി ഇത്തവണയും ലിവർപൂൾ ആ ടൈറ്റിൽ നിലനിർത്തും എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം, എന്റെ വിശ്വാസം. മറ്റ് ടീമുകളുടെ ആരാധകരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഫുട്ബോൾ പ്രേമികളുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം ഇത്തവണയെങ്കിലും ടൈറ്റിൽ വിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഫസ്റ്റ് 4 റൺ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. റെലഗേഷനിലേക്ക് പോകാതെ പ്രീമിയർ ലീഗിൽ തന്നെ അടുത്ത സീസണിൽ കളിക്കാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കുറെ കണക്ക് കൂട്ടലുകളും കുറെ ചിന്തപ്പാടുകളും ഒക്കെ ആയിട്ട് വീണ്ടും ഒരു സീസണിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രതീക്ഷകൾ ഭയങ്കര കൂടുതലാണ്. പ്രതീക്ഷകളാണ് ഫുട്ബോൾ. അവസാന വിസിൽ വീഴുന്ന വരെ നമ്മുടെ മുന്നിൽ പ്രതീക്ഷ ഉണ്ടാകും. അതാണ് കാൽപന്ത് കളി എന്ന് പറയുന്ന ഫുട്ബോൾ എന്ന് പറയുന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉത്സവമായിട്ട് മാറാൻ പോവുകയാണ്. പ്രീമിയർ ലീഗ് മാത്രമല്ല, അതിന്റെ ബാക്കായിട്ട് സ്പാനിഷ് ലീഗ് ആയിക്കോട്ടെ, മറ്റ് എല്ലാ ലീഗുകളും പതിയെ സ്റ്റാർട്ട് ചെയ്യും. ചാമ്പ്യൻസ് ലീഗ് തുടങ്ങാറുണ്ട്. സോ ഇനിയുള്ള നാളുകളിൽ ഫുട്ബോൾ ആയിരിക്കും നമ്മുടെ ലഹരി. വാട്സപ്പ് ചർച്ചകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഫാൻ ഫൈറ്റുകൾ ഒക്കെ ഇനി നമ്മൾ കാണാൻ പോവുകയാണ്. ലിവർപൂൾ അല്ലാതെ ചെൽസി നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പില് ചാമ്പ്യൻസ് ലീഗ് നേടി വന്ന PSG, എല്ലാവരും PSG ഭയങ്കരമായിട്ട് പ്രെഡിക്ട് ചെയ്തു, PSG കപ്പ് അടിക്കുന്നത് പ്രതീക്ഷിച്ചു. പക്ഷേ അതൊക്കെ അട്ടിമറിച്ച് ചെൽസി ആ ഒരു ടൈറ്റിൽ വിന്നർ ആയിട്ട് വരികയാണ്. സോ ഇത്തവണ ചെൽസി നല്ല ടോപ്പ് ടീമാണ്. അതിനുശേഷം ആസനൽ കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ തൊട്ടിട്ടില്ല. ഇത്തവണയെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ആസനലെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത്. അഫ്കോഴ്സ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ ടീമിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പോരായ്മയൊക്കെ തിരുത്തി ഇത്തവണയെങ്കിലും അവര് ഈ പറയുന്ന ഒരു ടോപ്പ് 4 ഉണ്ടാകും എന്ന് തന്നെയാണ് ഓരോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകരും എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പെപ്പ് അണ്ണന്റെ മാഞ്ചസ്റ്റർ സിറ്റി ഇത്തവണ പഴയ കണക്കുകളൊക്കെ തിരുത്തി അവർ മുന്നോട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് സിറ്റിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്കിനി കാത്തിരിക്കാം, ഈ ഒരു സീസണിന്റെ എൻഡ് വരെ കാത്തിരിക്കാം. ആരായിരിക്കും ടൈറ്റിൽ വിന്നർ ആകുന്നത്, ആരായിരിക്കും ഗോൾഡൻ ബൂട്ട് നേടുന്നത്, ഗോൾഡൻ ഗ്ലൗ നേടുന്നത് ഒക്കെ നമുക്കിനി അറിയാം. സോ ഇനിയുള്ള നാളുകളിൽ പ്രീമിയർ ലീഗും മറ്റു ഫുട്ബോൾ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാനലിൽ കൂടെ സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക.